PT-7നെയും അരിക്കൊമ്പനെയും ഒക്കെ കണ്ട വനം വകുപ്പിന് മുന്നിൽ ഇന്നത്തെ ദൗത്യം അത്ര ദുഷ്കരമായെന്ന് പറയാൻ കഴിയില്ല. ഏകദേശം 3.5 മണിക്കൂർ സമയമെടുത്താണ് ആനയുടെ ചികിത്സ പൂർത്തിയായത്. ഇന്ന് തന്നെ ഈ മലമ്പുഴയ്ക്ക് സമീപമുള്ള വനമേഖലയിൽ ഈ PT-5 ഉണ്ട് എന്നുള്ള വിവരമൊക്കെ വനം വകുപ്പിന് കിട്ടിയിരുന്നു. കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഈ ആന വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലുമായിരുന്നു. അരുൺ സക്രിയത്തിന് സമീപമുള്ളൊരു ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. വിവരം കിട്ടിയ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ സംഘവും ഏകദേശം ഒരു 8:30 തന്നെ ഈ വനമേഖലയിൽ പ്രവേശിക്കുകയും ആനയെ ഏറ്റവും അനുയോജ്യമായ സമയത്ത് മയക്കുവെടി വെക്കുകയും ചെയ്തു. ആദ്യം ആനയ്ക്ക് മയക്കുവെടി ഏറ്റില്ല. പിന്നിൽ അത് തറച്ചെങ്കിലും ആന വാലുപയോഗിച്ച് അത് തടഞ്ഞ് മാറ്റി. അങ്ങനെ മയക്കുവെടി ഏൽക്കാത്തൊരു സ്ഥിതി വന്നു. പിന്നീട് ഏകദേശം ഒരു 10 മിനിറ്റിന്റെ വ്യത്യാസത്തിൽ രണ്ടാമത്തെ മയക്കുവെടി വെക്കുകയും ആന പൂർണ്ണമായും മയങ്ങി നിൽക്കുകയും ചെയ്തു. പിന്നീടാണ് വലിയ ചികിത്സ. ആനയുടെ കണ്ണിന്റെ കാഴ്ച പരിമിതി പരിശോധിച്ചു, എത്ര മാത്രം പ്രശ്നമുണ്ടെന്ന് വിലയിരുത്തി. അതനുസരിച്ചുള്ള ചികിത്സ ഈ ആനയ്ക്ക് നൽകി. അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും നേരത്തെ തന്നെ സജ്ജമാക്കിയിരുന്നു. ആവശ്യത്തിനുള്ള ഉത്തരവുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പുറപ്പെടുവിച്ചതാണ്. അത്തരത്തിലുള്ള സാങ്കേതികമായ കാര്യങ്ങളൊക്കെ തീർത്തിട്ടാണ് ഈ ഒരു ദൗത്യം വനം വകുപ്പ് ആരംഭിച്ചത്. ആവശ്യമായ ചികിത്സകൾ നൽകി ഇപ്പോൾ ആനയെ ഉൾക്കാട്ടിലേക്ക് കയറ്റി വിടുകയാണ്. വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു ദൗത്യം എന്ന് പറയുന്നത് വനം വകുപ്പ് കാണുന്നതിൽ വെച്ച് വലിയൊരു ദുഷ്കരമായ ദൗത്യം ഈ ആനയെ തളയ്ക്കുന്നതിലില്ല. പക്ഷേ ഈ ആനയുടെ ഇതൊരു ചികിത്സാ ദൗത്യമാണ്. ആനയുടെ കണ്ണിന്റെ കാഴ്ചാ പരിമിതി എത്രമാത്രം പരിഹരിക്കാൻ കഴിയും, ചികിത്സയുടെ ഫലം എന്താണ്, ആന മരുന്നുകൾ ആനയുടെ ശരീരം സ്വീകരിച്ചോ, അതിന്റെ കാഴ്ച ശക്തി വീണ്ടും തിരികെ കിട്ടിയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ വരും ദിവസങ്ങളിലെ നമുക്ക് വ്യക്തമാവുകയുള്ളൂ. പലപ്പോഴും ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ആളുകൾക്ക് ഭയമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ജീവനെ സംരക്ഷിക്കുക എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായി കൂടിയാണ് ഇന്നത്തെ PT-5 ദൗത്യം.